കേരളത്തിൽ മറ്റൊരു സിനിമാ സംവിധായകനും രാഷ്ട്രീയ നേതാവും ഇപ്പോൾ സ്ത്രീത്വത്തെ അപമാനിച്ച കേസിൽ പ്രതിയാണ്. ശ്രീ ഉമേഷ് ബാബു പറഞ്ഞതുപോലെ പ്രമാണിയാണ്. നാം ഓർക്കേണ്ട കാര്യം, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സിനിമാ പ്രവർത്തക ഈ സംവിധായകനെതിരെ പരാതി കൊടുത്തിട്ട്, മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തിട്ട് 10-12 ദിവസം കഴിഞ്ഞാണ് അതിലൊരു FIR ഇടുന്നത്. അതും ആ പരാതിക്കാരി തന്നെ പലവട്ടം പോലീസിൽ അന്വേഷിച്ച് FIR ഇട്ടോ എന്ന് ചോദിക്കേണ്ടി വന്നു. കാരണം അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് അവരുടെ മൊഴി എടുത്തു, FIR ഇട്ടു എന്നാണ്. മൊഴിയെടുക്കാൻ പോലീസുകാർ അവരെ വിളിച്ചിരുന്നു, FIR ഇട്ടുവെന്ന് അവരെ വിശ്വസിപ്പിച്ചു. അവർ ഇന്നലെ വീണ്ടും ആവശ്യപ്പെട്ടപ്പോഴാണ് ഇന്നലെ FIR ഇട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കുക, VD സതീശന്റെ കയ്യിലെ പരാതി എവിടെ പോയി? സണ്ണി ജോസഫിന്റെ കയ്യിലെ പരാതി എവിടെ പോയി? ആ പരാതികളൊക്കെ എവിടെ വെച്ചുവെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ നേതാക്കളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധായകനെതിരെ ഒരു അറിയപ്പെടുന്ന സിനിമാ പ്രവർത്തക കൊടുത്ത പരാതി ഉണ്ടായിരുന്നു. ആലോചിച്ച് നോക്കുക. അപ്പോൾ കാര്യങ്ങൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ആരാരെയൊക്കെയാണ്? തീവ്രത അളക്കാൻ മെഷീനുമായി വന്ന ശ്രീമതിയെയും AK ബാലനെയും ഈ വനിതാ ചലച്ചിത്ര പ്രവർത്തക വീട്ടിൽ നിന്ന് ആട്ടിയിറക്കി വിട്ടു എന്നാണ് ഇപ്പൊ കേൾക്കുന്നത്. അതിനിടയിൽ ഒരു വനിതാ സഖാവും അതുപോലെ തന്നെ മറ്റൊരു സഖാവും, രണ്ടുപേര് ഈ ചലച്ചിത്ര പ്രവർത്തകയെ സമീപിച്ചു എന്നാണ് കേൾക്കുന്നത്. ഈ സമയത്ത് ഈ പരാതിയുമായി മുന്നോട്ട് പോകരുത്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാം എന്നുള്ള രീതിയിലുള്ള ചില വാഗ്ദാനങ്ങളും ഈ ചലച്ചിത്ര പ്രവർത്തകർക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത്. നമ്മള് ഈ കാര്യത്തെ കുറിച്ച് ഇന്നലെ ചർച്ച ചെയ്തതാണ്. അവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. എന്താണ് നമ്മൾ പറഞ്ഞു വെച്ചത്? അത് രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ മാത്രമേ എന്തുള്ളൂ, മാർക്കറ്റ് ഉള്ളൂ. മാർക്കറ്റ് ഉണ്ടാവണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വേണം. രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് ഉള്ളൂ. അത് മാത്രമല്ല കേരളം നിനക്കൊപ്പമില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും സഖാക്കൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിക്കുമ്പോ കേരളം ഒന്നടങ്കം ഇവരുടെയൊക്കെ തറവാട് സ്വത്താണെന്നാ കരുതുന്നത്. കേരളം ഒന്നടങ്കം നിനക്കൊപ്പം, ധൈര്യമായി മുന്നോട്ട് എന്ന് ആക്രോശിക്കുന്ന ഇവരിൽപ്പെട്ട വീണ ജോർജ് അടക്കമുള്ളവരുടെ ധാർമ്മികത എന്താണെന്ന് മനസ്സിലാവുന്നില്ല. വീണ ജോർജ് ഇതിനെക്കുറിച്ച് തുറക്കുന്നില്ല. ശിവൻകുട്ടി അറിയുന്നില്ല കാര്യങ്ങള്. ജയരാജന്റെ വീട്ടില് അമ്മയും പെങ്ങളൊന്നും ഇല്ലേ? ജയരാജ എന്ത് പറ്റി? അവർക്കൊക്കെ എന്ത് പറ്റി? അവരൊന്നും സ്ത്രീകളല്ലേ ജയരാജ? അപ്പോ 12 ദിവസം, രണ്ടാഴ്ച കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഈ ചലച്ചിത്ര പ്രവർത്തക ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി സിനിമാ ചർച്ചക്കെന്ന് പറയുന്ന കേരളത്തിലെ പ്രശസ്തിയാണ്. അവരുടെ പേര് പുറം ലോകത്ത് പലർക്കും അറിയാം. ആരും അത് പറയുന്നില്ല, പറയാൻ പാടില്ല എന്നുള്ളതാണ്. പ്രശസ്തിയാണ്. അവര് ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണോ ഇപ്പോ ഈ പറയുന്ന കേരളം ഒന്നടങ്കം നിന്നോടൊപ്പം ഇല്ല, അല്ലെങ്കിൽ ഹാഷ്ടാഗുകൾ കാണുന്നില്ല, ഒന്നും എവിടെയും കാണുന്നില്ല? എന്ത് പറ്റി നിങ്ങൾക്ക്? 12 ദിവസം, 14 ദിവസം, രണ്ടാഴ്ച പരാതി മുഖ്യമന്ത്രിയുടെ മുന്നിൽ പരാതി കൊടുത്തിട്ട് 14 ദിവസം കഴിയുന്നു, രണ്ടാഴ്ച കഴിയുന്നു ഒരു FIR ഇടാൻ. ഈ ചലച്ചിത്ര പ്രവർത്തകരുടെ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ യുവതി എത്ര തവണ അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസും ബന്ധപ്പെട്ടിട്ടുണ്ടാവും? നിങ്ങൾ FIR ഇട്ടോ, നിങ്ങൾ എന്റെ മൊഴി എടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു തവണയെങ്കിലും ഇല്ല. അതുമില്ല. പരാതി കൊടുത്തു, അതോടുകൂടി FIR ഉണ്ടായി, മൊഴിയെടുക്കലുണ്ടായി, എല്ലാം ഉണ്ടായി. പക്ഷേ ഈ ചലച്ചിത്ര പ്രവർത്തക, ഈ വനിതാ ചലച്ചിത്ര പ്രവർത്തക പരാതി കൊടുത്തിട്ട് FIR ഇട്ടോ എന്ന് ഈ പോലീസുകാരുടെ പിറകെ നടന്ന് അന്വേഷിക്കേണ്ട ഗതികേടുണ്ടായി.
കാരണം എന്താ, ഇപ്പുറത്ത് നിൽക്കുന്നത് ഇവരുടെ MLA ആണ്, മുൻ MLA ആണ് VT കുഞ്ഞുമുഹമ്മദ്. അയാൾ സംവിധായകനാണെന്നല്ല ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അയാൾ സംവിധായകനാവുന്നതിനും അപ്പുറം അയാൾ CPM-ന്റെ MLA ആയിരുന്ന വ്യക്തിയാണ്. ഇവരുടെ സജീവ പ്രവർത്തകനാണ്. ഇവർക്ക് വേണ്ടി തൂലികയും നാവും ചലിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് VT കുഞ്ഞുമുഹമ്മദ്. ഈ VT കുഞ്ഞുമുഹമ്മദ് ഈ പറയുന്ന ചലച്ചിത്ര സംവിധായകനായിട്ടുള്ള CPM-ന്റെ മുൻ MLA ആയിട്ടുള്ള വ്യക്തിക്കെതിരെ ആരോപണം വന്നപ്പോ അവിടെ അവൾക്കൊപ്പമില്ല, കേരളം അവൾക്കൊപ്പമില്ല, ഹാഷ്ടാഗുകളില്ല, ഫേസ്ബുക്ക് കുറിപ്പുകളില്ല, പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും ഒന്നും തന്നെയില്ല. ഉള്ളതെന്താ, കൊടുത്ത പരാതി പോലും മുക്കാൻ ശ്രമിക്കുന്ന തൈക്കണ്ടി വിജയനാണുള്ളത്. പിന്നെ ആരാണുള്ളത്? മെഷീനുമായി AKG സെന്ററിൽ സൂക്ഷിച്ചിരിക്കുന്ന മെഷീനുമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന AK ബാലനും PK ശ്രീമതിയുമാണുള്ളത്. പിന്നെ ആരാണുള്ളത്? പിന്നെ ഈ പരാതിക്കാരിയെ വിളിച്ച് അത് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണുള്ളത്. അതിനിടയില് ഈ പറയുന്ന ആളുകള് ഒന്ന് തീവ്രത അളക്കാൻ ശ്രമം നടത്തി നോക്കി. പക്ഷേ ആ ചലച്ചിത്ര പ്രവർത്തക അതിന് തയ്യാറായില്ല. ശ്രീമതിയെയും ബാലനെയും ഇറക്കി വിട്ടു. ശ്രീമതിയും ബാലനെയും തീവ്രത അളക്കാൻ വേണ്ടി ഈ യുവതിയെ സമീപിച്ചു. ബാലനെയും ശ്രീമതിയെയും ഈ ചലച്ചിത്ര പ്രവർത്തക വീട്ടിൽ നിന്ന് ആട്ടിയിറക്കി. ഇപ്പോ WCC-ക്കാരെ കാണാനില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലെ സ്ത്രീ സംരക്ഷകരെ കാണാനില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും സ്ത്രീകളുടെയും സഹോദരിമാരുടെയും ഒക്കെ ഹോൾസെയിൽ സംരക്ഷകരെയൊന്നും എവിടെയും കാണാനില്ല. ആരും വാ തുറക്കുന്നതും നമ്മൾ കാണുന്നില്ല. കാരണം എന്താ, ഇപ്പുറത്ത് നിൽക്കുന്നത് കുറ്റാരോപിതൻ എന്ന് പറയുന്നത് അത് CPM-ന്റെ MLA ആണ്, മുൻ MLA ആയ വ്യക്തിയാണ്, ഇവരുടെ സഖാവാണ്. അതുകൊണ്ട് ആരും വാ തുറക്കുന്നത് കാണുന്നില്ല. ഇടയിൽ ശ്രീമതിയും ബാലനും, പണിയില്ലാതെ ഇരിക്കുന്ന ശ്രീമതിയും ബാലനും ഇടയ്ക്ക് പൊടി തട്ടി മെഷീനുമായി ഇറങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തി നോക്കി. അതും അമ്പെ പരാജയപ്പെട്ടു നോക്കി. വനിതാ സഖാവിനെ ഇറക്കിക്കൊണ്ട് കോംപ്രമൈസിനുള്ള ശ്രമങ്ങൾ നടത്തി നോക്കി. അതും അമ്പെ പരാജയപ്പെട്ടു. നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണെന്ന്. ഏതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഉണ്ടായതുപോലെയല്ല. തനിക്ക് പരാതിയില്ലെന്ന് ആദ്യം പറഞ്ഞ വ്യക്തി പിന്നീട് എനിക്ക് പരാതിയുണ്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയതല്ല. ആദ്യം തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. എനിക്ക് പരാതിയുണ്ട്, എന്റെ മൊഴി രേഖപ്പെടുത്തണം, FIR വേണമെന്ന അവരുടെ വാശിക്ക് പുറത്ത് അവസാനം മുട്ടുമടക്കേണ്ടി വന്നു പോലീസിന്. പക്ഷേ അതിനുവേണ്ടി ആ വനിതക്ക്, ആ സ്ത്രീക്ക്, ആ പെങ്ങൾക്ക്, ആ സഹോദരിക്ക് ഈ പോലീസിന്റെ അടുക്കൽ പലവട്ടം പോകേണ്ടി വന്നു. എവിടെ FIR, എവിടെ എന്റെ മൊഴിയെടുക്കൽ എന്ന് ചോദിച്ചുകൊണ്ട് പരാതി കൊടുത്തതും പോരാഞ്ഞിട്ട് തൈക്കണ്ടി വിജയൻ അഹങ്കാരവും ഉങ്കും ദാർഷ്ട്യവും കാണിക്കുന്നുണ്ടല്ലോ, വെല്ലുവിളിക്കുന്നുണ്ടോ, പലരെയും പരിഹസിക്കുന്നുണ്ടല്ലോ. എന്തേ വിജയന്റെ മുന്നിൽ ഒരു പരാതി വന്നിട്ട് മുട്ടിടിച്ചു പോയോ? എന്ത് പറ്റി വിജയന്? എന്താ ഒരു ആ പരാതി പോലീസിന് കൈമാറിയിട്ട് ഉടനടി നടപടി എടുക്കണമെന്ന് പറയാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാ കഴിയാതിരുന്നത്? അപ്പോ വിജയന്റെയൊക്കെ ഈ പറയുന്ന നാടകം, ഈ ഇരട്ടത്താപ്പ്, ഈ പറയുന്ന എന്താ പറയണ്ട കാട്ടിക്കൂട്ടലുകൾ അത് കേരളത്തിലെ പൊതുജനത്തിന് മനസ്സിലാവുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ സഖാക്കളൊന്നും ഒരു സ്ത്രീയുടെയും കൂടെയല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ. ആരുടെയും കൂടെയില്ല. ഇവിടെ ഇവർ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ, എന്തിനെങ്കിലും ഇവർ കുട പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സ്ത്രീകൾക്ക് വേണ്ടിയാണെന്ന് കേരളത്തിലെ അമ്മമാരും പെങ്ങന്മാരും തെറ്റിദ്ധരിക്കരുത്, സഹോദരിമാർ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ നിങ്ങളുടെ സുരക്ഷ മുൻകൂട്ടി കണ്ടുകൊണ്ടോ ഒന്നുമല്ല ഇവർ നിങ്ങൾക്ക് കുട പിടിക്കുന്നത്. ഇവർ കുട പിടിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. പരാതി വരുന്നു. ആദ്യം ഈ പറയുന്ന ഇര പറഞ്ഞത് എനിക്ക് പരാതി ഇല്ലെന്നാ പറഞ്ഞത്, ഞാൻ നിയമ നടപടിക്ക് ഇല്ലെന്നാ പറഞ്ഞത്. പിന്നീട് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം വന്നപ്പോ പരാതി ഉണ്ടായി. ആ പരാതി രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉള്ളത് കൊണ്ട് പരാതി വന്ന സെക്കൻഡുകൾക്കുള്ളിൽ അത് പോലീസിന് കൈമാറി എന്ന് മാത്രമല്ല നിർദ്ദേശം നൽകി. എന്താണ്? എത്രയും പെട്ടെന്ന് രാഹുലിനെ പൂട്ടാനുള്ള പണി ഉണ്ടാക്കണം. പക്ഷേ
രാഹുലിനെതിരെയുള്ള പരാതി വരുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാഹുലിനെതിരെയുള്ള പരാതി വരുന്നതിന് മുമ്പ് വന്ന പരാതിയാണ് ഈ ചലച്ചിത്ര പ്രവർത്തകയുടേത്. CPM-ന്റെ മുൻ MLA ആയിട്ടുള്ള PT കുഞ്ഞിമുഹമ്മദിനെതിരെ വന്നിരിക്കുന്ന പരാതി രാഹുലിനെതിരെയുള്ള ഒഫീഷ്യൽ പരാതി വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ മുന്നിൽ ആദ്യം എത്തിയ പരാതി ഏതെന്ന് ചോദിച്ചാൽ അത് CPM-ന്റെ MLA ആയിരുന്ന PT കുഞ്ഞിമുഹമ്മദിനെതിരെ ചലച്ചിത്ര പ്രവർത്തക ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് പറയുന്ന പരാതിയാണ്. ആ പരാതിയിന്മേൽ നടപടി ഉണ്ടായില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന നടപടിയിൽ ദ്രുതഗതിയിൽ വളരെ സ്പീഡപ്പ് ആയിക്കൊണ്ടുള്ള നടപടി ഉണ്ടായി, നിർദ്ദേശങ്ങൾ ഉണ്ടായി. എന്താ കാരണം? കാരണം KPCC ആസ്ഥാനത്ത് തീവ്രത അളക്കാനുള്ള മെഷീനില്ല. AKG സെന്ററിൽ അതുണ്ട്. അതും എടുത്തിട്ടാണ് AK ബാലനും PK ശ്രീമതിയും ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ പരാതിക്കാരി ആട്ടിയിറക്കി ശ്രീമതിയെയും ബാലനെയും തീവ്രത അളക്കാൻ വന്നതാണ്. ശ്രീമതിയോടും ബാലനോടും പരാതിക്കാരി പറഞ്ഞത് ഇറങ്ങ്, കടക്ക് പുറത്ത്, ആട്ടിയിറക്കി. അതാണ് ഈ പരാതിയിന്മേൽ ഇത്രയേറെ താമസം വന്നത് നടപടി എടുക്കാൻ എന്നുള്ളതാണ്. അതിനിടയിൽ ഒതുക്കി തീർക്കുവാനുള്ള ചില ശ്രമങ്ങളും നടത്തി. അങ്ങനെയെല്ലാം പരാജയപ്പെട്ട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തലയൂരണമെന്ന് കരുതി അല്ലെങ്കിൽ ആഗ്രഹിച്ചപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോ പരാതിക്കാരി വിട്ടുകൊടുത്തില്ല. വീണ്ടും വീണ്ടും സ്റ്റേഷനിൽ കയറി ഇറങ്ങി പോലീസുകാരോട് ചോദിച്ചു, എന്റെ പരാതി എവിടെ, അതിന്മേലുള്ള നടപടി എന്താണ്, FIR നമ്പർ എനിക്ക് വേണം എന്നുള്ള, അതിന്റെ കോപ്പി വേണം എന്നുള്ള രീതിയിൽ അവർ സമ്മർദ്ദങ്ങൾ ചെലുത്തിയപ്പോ അവസാനം വിജയന്റെ മുട്ടുമടക്കേണ്ടി വന്നു. തൈക്കണ്ടി വിജയന്. അങ്ങനെ ആ പരാതിക്കാരി പുറകെ നടന്ന ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഈ പരാതി ഇന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വന്നത്. ഇല്ലെങ്കിൽ അതും വരില്ലായിരുന്നു. ഈ പറയുന്ന കേരളത്തിലെ സ്ത്രീകളുടെ സഹോദരിമാരുടെ ഹോൾസെയിൽ സംരക്ഷകനായ തൈക്കണ്ടി വിജയൻ അത് മുക്കുമായിരുന്നു.